അന്ന് നടന്നതിന്റെ സത്യാവസ്ഥ രാജു സാറിന് പറഞ്ഞു മനസ്സിലാക്ക്. സാറിന്റെ ധാരണ തിരുത്ത്. ഇന്നെന്തായാലും അതിന് തന്നെയാ എന്റെ ഒരുക്കം. നിന്നെ ഫോൺ ചെയ്ത് നേരിട്ട് വരാൻ പറഞ്ഞത് അതിനാ. ഇതെല്ലാം പോസിറ്റീവായിട്ട് വരൂ ഋതികെ. ഇപ്പൊ നീ ഇങ്ങനത്തെ ഡ്രസ് ഒന്നും ഇട്ടുകൊണ്ട് നടക്കാൻ പാടില്ല മോളെ പ്രിയേ. എന്താ അമ്മ? ആ നീ നോക്കിയേ, നിന്റെ ആങ്ങളെ ഇട്ടിരിക്കുന്ന ഡ്രസ് എങ്ങനത്തെയാന്ന്. അയ്യേ, ഇതെന്തൊരു കൂതറ വേഷം. ഇവൻ ഇപ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സാണോ ഇടുന്നേ? നീ ഇപ്പോഴും വർമ്മയുടെ ഒടഞ്ചാവാണെന്ന് പറഞ്ഞ നടപ്പ്. നീ ഇപ്പൊ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരാളാ. നീ ഇത്തരം കോട്ടുകളൊന്നും ഇടാൻ പാടില്ല. കുറച്ചുകൂടെ വില കൂടിയ കോട്ടുകൾ ഇടണം. ആ മോളെ, ഞാൻ എടുത്തത് ഡ്രസ്സുകൾ എവിടെ? ആ, ഞാൻ ദേ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാ പോയി എടുത്തിട്ട് വാടി, ചെല്ല്. ഇതൊക്കെ എന്തിനാ അമ്മേ? എന്തിനാ എന്നെ കൊണ്ട് വെറുതെ വേറെ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ട് മോനെ. വളരെ നല്ല ഡ്രസ്സുകൾ ഇട്ട് വേണം നടക്കാൻ. ആവശ്യം നിന്റെ അമ്മയ്ക്കാ. നിന്നെ കൊണ്ട് പുതിയൊരു കല്യാണം കഴിപ്പിക്കണം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സോറി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഇങ്ങനെ തന്നേക്ക്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ സാറേ? ടൈമായി. നിക്ക്. നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല. ഓഫീസിൽ പോകുന്നില്ലെന്നോ? അതെ. എന്താ അമ്മ ഇങ്ങനെ? എനിക്ക് ഒരുപാട് വർക്കുണ്ടെന്ന്. ആ വർക്കൊക്കെ തൽക്കാലം അവിടെ കിടക്കട്ടെ. ഇന്ന് നിന്നെ കാണാൻ കേന്ദ്രമന്ത്രി കൃഷ്ണരാജ് സാറും കുടുംബവും വരുന്നുണ്ടെന്ന്. കൃഷ്ണരാജ് സാറോ? അതെന്തിനാ? അതെന്തിനോ ആവട്ടെ. എന്തായാലും ഒരു മിനിസ്റ്റർ അല്ലേ, അതും കേന്ദ്രമന്ത്രി. ജേട്ടനൊരു അലവലാതി മന്ത്രിയുടെ PA ആയിരുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ മന്ത്രിമാരെന്ന് വെച്ചാ വലിയ ജീവനാ. മന്ത്രി എന്തിനാ വരുന്നേ? അതാ എനിക്കറിയാത്തത്. എന്തിനാണെന്ന് അവനോട് പറഞ്ഞു കൊടുക്കമ്മേ. കേന്ദ്രമന്ത്രിയുടെ മകളുമായിട്ട് നിനക്കൊരു വിവാഹാലോചന. ഇങ്ങോട്ട് വന്ന ആലോചനയാ? അതിന് എന്റെ വിവാഹം കഴിഞ്ഞല്ലേ? ഏത് വിവാഹം? അതൊരു വിവാഹം അല്ലായിരുന്നു. നിന്നെ ആ പെണ്ണ് ഓടിച്ചിട്ട് താലി കെട്ടിച്ചു. അതിന്റെ ദുരിതങ്ങൾ മുഴുവൻ നീയും നിന്നോടൊപ്പം ചേർന്ന് ഞങ്ങൾ അനുഭവിച്ചു. അമ്മേ, ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോഴേ ചിലരെയൊക്കെ കൊല്ലാനാ തോന്നുന്നു. അമ്മേ, എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റേതായ ചില തീരുമാനങ്ങളുണ്ട്. നിന്റെ മറ്റു കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ലല്ലോ. പക്ഷെ കല്യാണ കാര്യം ഇത് ഞങ്ങൾ പറയുന്നത് കേട്ടേ പറ്റൂ. അവനവന്റെ ഇഷ്ടത്തിന് വിട്ടേക്ക്. അവനെ അവന്റെ ഇഷ്ടത്തിന് വിടാൻ ഞാൻ നീ സമ്മതിക്കില്ല. അവന്റെ മനസ്സിലെ ചില മോഹങ്ങളൊക്കെ ഉണ്ട്, അതിനി നടക്കില്ല. നാണം കെട്ടതും അനുഭവിച്ചതും കൂടുതൽ ഇവൻ തന്നെയാ. മകന്റെ വേദനയും പ്രയാസവും കാണുമ്പോ കൂടുതൽ ചങ്ക് തകർന്ന് പെറ്റ തള്ളമാർക്കാ. ഇനി ഞാനതിന് സമ്മതിക്കില്ല. അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? ആ ഋതിക എന്ന പെണ്ണുമായിട്ടുള്ള ബന്ധം അടഞ്ഞ അധ്യായവാ. ഇനി അക്കാര്യത്തെ കുറിച്ച് ആലോചിക്കാനേ പാടില്ല. അതല്ല, നിങ്ങൾ അച്ഛനും മകനും കൂടെ ആ വഴിക്കാണ് ചിന്തിക്കുന്നതെങ്കിൽ ചിന്തിച്ചോ. ഞാൻ ഈ വീട്ടിൽ നിന്ന് വല്ല വഴിക്കും ഇറങ്ങി പോവും, അത് ഉറപ്പാ. ആ കേന്ദ്രമന്ത്രി കുടുംബവും ഇന്ന് ഇങ്ങോട്ട് വരും. ഞാൻ പറയുന്ന മര്യാദയ്ക്ക് കേട്ടില്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് നാണം കെടുന്നത് ഞാനായിരിക്കും. അവൻ അനുസരിക്കും അമ്മേ.
നമ്മൾ ആരെങ്കിലും നാണം കെടാൻ ഇവൻ സമ്മതിക്കോ? പ്രത്യേകിച്ച് അമ്മേ. അമ്മേ, ഞാൻ ഓഫീസിൽ പോവാതിരിക്കാം. പക്ഷേ അക്കൗണ്ട്സിലെ പല ഫയലുകളും ഞാൻ സൈൻ ചെയ്യേണ്ടതാ. അതിനാണോ വിഷമം? എടോ സ്വാമി, മാഡം, ഓഫീസിൽ പോയിട്ടേ ആ ഫയലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവന് കൊടുക്ക്. ഓ ശരി മാഡം, ശരി. ഞാൻ ഇറങ്ങട്ടെ സാറേ? ആ, ഇന്ന് ഋതുവിനെ കാണാൻ പറ്റില്ലല്ലോ ദൈവമേ, എന്താ ചെയ്യാ? അങ്ങനെയൊരു പൊട്ടിത്തെറി നടന്നുകൊണ്ടൊന്നും നീ പേടിക്കണ്ട ഋതിയെ. ഒരുപക്ഷെ നല്ലതിനാണെങ്കിലോ? മനസ്സിലായില്ല. എന്റെ ഒരു കണക്കുകൂട്ടൽ വെച്ച് നോക്കുമ്പോ രാജു സാറിന് നിന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഒരിക്കലും ഇവിടെ ജോലിക്ക് എടുക്കില്ലായിരുന്നു. ജോലിക്കെടുത്തത് പക വീട്ടാനാണെന്നാ പറഞ്ഞത്. അപ്പോ വെറുതെ ഇരിക്കോ? നിനക്കത് വെറുതെ തോന്നും. നിന്റെ ഭർത്താവിന്റെ മനസ്സിനെ കുറിച്ച് നിനക്കല്ലാതെ മറ്റാർക്കെങ്കിലും പറയാൻ പറ്റുമോ? രാജു ശുദ്ധനും നല്ലവനുമായിരുന്നു. എന്നെ ജീവനായിരുന്നു. ആ നന്ദനം വന്ന് എന്റെ മനസ്സിങ്ങനെ കൊളമാക്കിയത്. ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിന്നപ്പോഴാ അന്ന് രാജുവിനോട് എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. ഞാൻ പറയുന്നതേ, എങ്ങനെയെങ്കിലും ഒരു അവസരം ഉണ്ടാക്കിയെടുത്ത് നീ അന്ന് നടന്നതിന്റെ സത്യാവസ്ഥ രാജു സാറിന് പറഞ്ഞു മനസ്സിലാക്ക്. സാറിന്റെ ധാരണ തിരുത്ത്. ഇന്നെന്തായാലും അതിന് തന്നെയാ എന്റെ ഒരുക്കം. നിന്നെ ഫോൺ ചെയ്ത് നേരിട്ട് വരാൻ പറഞ്ഞത് അതിനാ. ഇതെല്ലാം പോസിറ്റീവായിട്ട് വരൂ ഋതികെ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ജോലി ചെയ്തിരുന്ന സ്റ്റിച്ചിങ് കമ്പനി സാറ് വിലയ്ക്ക് വാങ്ങാനും നമുക്കിവിടെ ജോലിക്ക് വരാനും ഒക്കെ പറ്റുമോ? സാറേ, എന്താ സ്വാമി സാറിന് എന്നാ ഇന്ന് വലിയ ജാടാ? ജാടയൊന്നുമല്ല കുട്ടി, തലവേദനയാണ്. ഇന്നാണെങ്കിൽ റോഷനി മാഡം ഇല്ല. അതിനെന്താ, MD വരുമല്ലോ രാജു സാറ്. MD ഒന്ന് ലീവിലാണ്. ഇന്നിവിടെ നടക്കുന്നതല്ല എന്റെ തലമണ്ടയ്ക്കാണ്. നീ ടെൻഷൻ അടിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ സാറ് വരുമല്ലോ. അമ്മ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്താ എന്ത് ചെയ്യും? അമ്മയുടെ വാക്കുകൾ ധിക്കരിക്കാനും പറ്റില്ല. പണം സമ്പാദിച്ചിട്ടും മനസ്സിനൊരു സ്വസ്ഥതയില്ലല്ലോ ദൈവമേ.